സ്വാമിയേ ശരണമയ്യപ്പ. ശബരിമല തീർത്ഥാടന കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് മകരജ്യോതിയും മകരവിളക്കും. ഇവ രണ്ടും ഒന്നാണെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇവ തമ്മിൽ വ്യക്തമായ വ്യത്യാസങ്ങളാണ് ഉള്ളത്. മകരജ്യോതി എന്നാൽ മകര സംക്രാന്തി ദിനത്തിൽ സന്ധ്യാസമയത്ത് ആകാശത്ത് തെളിയുന്ന തിളക്കമുള്ള ഒരു നക്ഷത്രമാണിത്. ശാസ്ത്രീയമായി ഇത് സിറിയസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നക്ഷത്രമാണ്. അയ്യപ്പൻ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തി ദീപാരാധന നടത്തുന്ന അതേ സമയത്താണ് ആകാശത്ത് ഈ നക്ഷത്രം തെളിയുന്നത്. ഇത് അയ്യപ്പന്റെ സാന്നിധ്യമായി ഭക്തർ വിശ്വസിക്കുന്നു. മകരവിളക്ക് എന്നാൽ പൊന്നമ്പല മേട്ടിലെ കുന്നിൻ മുകളിൽ തെളിയിക്കുന്ന കർപ്പൂരാരതിയെയാണ് മകരവിളക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മനുഷ്യ നിർമ്മിതമായ ഒരു ചടങ്ങാണ്. പണ്ടുകാലത്ത് മലയരയന്മാർ നടത്തിയിരുന്ന ഈ ചടങ്ങ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ നടത്തിവരുന്നു. ശബരിമലയിലെ ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ വലിയ പാത്രത്തിൽ കർപ്പൂരം കത്തിച്ച് 3 തവണ ആകാശത്തേക്ക് ഉയർത്തിക്കാട്ടുന്നു. ഇതാണ് സന്നിധാനത്തിലിരുന്ന് ഭക്തർ ദർശിക്കുന്നത്. മകര സംക്രാന്തി ദിവസം പന്തളത്തു നിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണങ്ങൾ അയ്യപ്പ വിഗ്രഹത്തിൽ അണിയിച്ച് ദീപാരാധന നടത്തുന്നതോടെയാണ് തീർത്ഥാടനത്തിന്റെ ഏറ്റവും വിശിഷ്ടമായ ഈ നിമിഷങ്ങൾ പൂർത്തിയാകുന്നത്. സ്വാമിയേ ശരണമയ്യപ്പ. ശബരിമല തീർത്ഥാടന കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് മകരജ്യോതിയും മകരവിളക്കും. ഇവ രണ്ടും ഒന്നാണെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇവ തമ്മിൽ വ്യക്തമായ വ്യത്യാസങ്ങളാണ് ഉള്ളത്. മകരജ്യോതി എന്നാൽ മകര സംക്രാന്തി ദിനത്തിൽ സന്ധ്യാസമയത്ത് ആകാശത്ത് തെളിയുന്ന തിളക്കമുള്ള ഒരു നക്ഷത്രമാണിത്. ശാസ്ത്രീയമായി ഇത് സിറിയസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നക്ഷത്രമാണ്. അയ്യപ്പൻ വിഗ്രഹത്തിൽ തിരുവാഭരണം